നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ക്യാമ്പയിൻ ആരംഭിച്ചിട്ടും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ LDFും NDAയും. വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. CPM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങി. NDA സ്ഥാനാർത്ഥി BDJSൽ നിന്നാവാനാണ് സാധ്യത. സ്ഥാനാർത്ഥി ക്യാമ്പയിനുമായി UDF ഒരു മുഴം മുന്നിലെത്തിയിട്ടും LDFിലെ ആശയക്കുഴപ്പം തീരുന്നില്ല. എന്നാൽ സംഘടനാ സംവിധാനങ്ങൾ വളരെ നേരത്തെ ചലിച്ചു തുടങ്ങിയെന്ന ആശ്വാസത്തിലാണ് CPM നേതൃത്വം. DYFI നേതാവ് P ഷബീറോ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയിയോ, തോമസ് മാത്യുവോ ആയിരിക്കും സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത എന്ന് ഉറപ്പിക്കുമ്പോഴും ഒരു പേരിലേക്കെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് പ്രതിസന്ധി. UDF സ്ഥാനാർത്ഥിയെ നോക്കിയല്ല LDF പ്രഖ്യാപിക്കുക എന്നതായിരുന്നു നേതൃത്വത്തിന്റെ മറുപടി. ഞങ്ങൾക്ക് UDFിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കേണ്ട യാതൊരു കാര്യമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഈ നിയോജകമണ്ഡലത്തിന് അനുയോജ്യമായ രീതിയിൽ തീരുമാനിച്ച് പ്രഖ്യാപിക്കും. ഭരണത്തിന്റെ വിലയിരുത്തലാവുമോ എന്ന ചോദ്യത്തിന് ഒരു മണ്ഡലത്തിലെ ഫലം മാത്രം മതിയാകില്ലല്ലോ എന്നായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. NDAയുടെ സ്ഥാനാർത്ഥി BDJSൽ നിന്നാണെന്ന് ഉറപ്പായെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിലേക്കെത്താൻ അവർക്കുമായിട്ടില്ല. നാളെ നടക്കുന്ന NDA യോഗത്തിന് ശേഷം പ്രഖ്യാപനം ഉണ്ടാവാനാണ് സാധ്യത. 2016 നിലമ്പൂരിൽ മത്സരിച്ച ഗിരീഷ് മേക്കാട്ടിലിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. അന്ന് 12,000-ൽ പരം വോട്ടുകൾ ഗിരീഷ് നേടിയിരുന്നു. റിപ്പോർട്ടർ, മലപ്പുറം.